നമ്മുടെ 2026 പുതുവർഷത്തെ പറ്റിയാണ് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഏതൊരു വർഷവും നന്നായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 2026 പുതുവർഷത്തിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യവും വിജയവും നമ്മുടെ കൂടെ ഉണ്ടാവാനും നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുവാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവാനും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടും നല്ല ഉയർച്ച ഉണ്ടാവാനും ഏതൊരു കാര്യത്തിലും ഭാഗ്യം, വിജയം, ഐശ്വര്യം, ഉയർച്ച ഉണ്ടാവാനും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനും പറ്റിയൊരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ 2026 ഈ സംഖ്യകൾ 2+0+2+6 ഈ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടും. 10നെ പിന്നെ നമ്മൾ കൂട്ടിയാൽ 1+0 1. അപ്പോൾ 1 എന്നുള്ളത് സൂര്യൻ്റെ നമ്പറാണ്. അപ്പോൾ സൂര്യനെ പ്രീതിപ്പെടുത്തിയാൽ 2026 പൊതുവേ നന്നായിരിക്കും. സൂര്യ ആരാധന പൊതുവേ നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. കാരണം നവഗ്രഹ ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തി കിട്ടുന്നത് സൂര്യാരാധനയാണ്. കാരണം നവഗ്രഹങ്ങളിൽ പ്രധാനമാണല്ലോ ആരോഗ്യവും ഐശ്വര്യവും എല്ലാ കാര്യത്തിലും ഉയർച്ച ചെയ്യുന്ന ഗ്രഹം തന്നെയാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ അനുകൂലമായവർക്ക് ജാതകത്തിലൊക്കെ സൂര്യൻ അനുകൂലമായവർക്കൊക്കെ നന്നാവാം. സൂര്യൻ്റെ നക്ഷത്രങ്ങൾ, രാശികൾ ഇവർക്കൊക്കെ നന്നായിരിക്കാം. സൂര്യൻ മോശമായവർക്ക് മോശമായിരിക്കാം. എന്നാലും നിങ്ങൾ ഇതിലായിക്കോട്ടെ ഏതിൽ പെടുന്നവരാണെങ്കിലും സൂര്യപ്രീതി നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് തുടങ്ങുക. ഇപ്പോൾ ജനുവരി 1 മുതലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഞായറാഴ്ച മുതലോ നിങ്ങൾ സൂര്യഭഗവാനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെ തന്നെ കുളിച്ച് കുലദേവതകളെ പ്രാർത്ഥിച്ച ശേഷം ഗണപതിയെയും പ്രാർത്ഥിച്ച് സൂര്യഭഗവാൻ ഇറക്കി നൽകി ജലം അർപ്പിച്ചുകൊണ്ട് സൂര്യഭഗവാന്റെ സ്തോത്രങ്ങൾ ജപിച്ചു തുടങ്ങുന്നത് വളരെയധികം നല്ലതാണ്. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ ഗുണം ചെയ്യും. അതുപോലെ സപ്തമി വ്രതം അങ്ങനെയൊക്കെയുള്ളത് അനുഷ്ഠിക്കുന്നത് വളരെ ഗുണം ചെയ്യും. നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ മാസത്തിലൊരു ഞായറാഴ്ചയെങ്കിലും ആദിത്യ പൂജ നടത്തുന്നതും അവിടെ സൂര്യഭഗവാൻ ഞായറാഴ്ചകൾ ദർശനം നടത്തി അർച്ചനകൾ നടത്തുന്നതും വളരെ ഗുണം ചെയ്യും. ഇനി അതില്ല, സൂര്യക്ഷേത്രമില്ല, സൂര്യഭജനം നടത്താനൊക്കെ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ശിവഭജനം നടത്തുക. അതായത് ശിവാരാധന, മഹാദേവനെ ഞായറാഴ്ചകൾ ദർശനം നടത്തി കൂവളമാല, പിൻവിളക്ക് പോലുള്ള വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ ശിവമഹാദേവനെ ഭജിക്കുക, അതായത് ശിവസ്തോത്രങ്ങൾ ജപിക്കുക. ശിവപഞ്ചാക്ഷരി വൈകുന്നേരം 5 തവണ ജപിക്കുകയോ ദാരിദ്ര്യദഹന ശിവസ്തോത്രം 2 നേരം 3 തവണ വെച്ച് ജപിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ശിവതാണ്ഡവ സ്തോത്രം വൈകുന്നേരങ്ങളിൽ സന്ധ്യകളിൽ നേരം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുലദേവതയെയും ഗണപതിയെയും പ്രാർത്ഥിച്ചതിന് ശേഷം പാർവതി ദേവിയുടെ സർവമംഗളമംഗല്യ എന്ന സ്തോത്രവും ചൊല്ലിയിട്ട് വേണം ശിവനെ ആരാധിക്കാൻ. അപ്പോൾ ഇതൊക്കെ ചെയ്ത ഐശ്വര്യം